Good evening students. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ആറ്റംസ് മോളിക്യൂൾസ് ആൻഡ് കെമിക്കൽ അരിത്തമെറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ടും വാട്ട് യു മീൻ ബൈ കെമിസ്ട്രി, എന്താണ് കെമിസ്ട്രി? കെമിസ്ട്രി ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദി കോമ്പോസിഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഓഫ് മാറ്റർ. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെ കൊണ്ടിട്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത്. പിന്നെ പ്രോപ്പർട്ടീസ്, അതായത് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ രാസപരമോ ഭൗതികപരമായിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകൾ, അതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതുപോലത്തെ ഇൻട്രാക്ഷൻസ്, അത് മറ്റ് വേറൊരു മാറ്ററായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മാറ്റർ നമുക്കറിയാം. മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അത് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസും വേണം, അതൊരു ഡെഫിനിറ്റ് മാസും ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ മാറ്റർ അഥവാ പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ കെമിസ്ട്രിയുടെ സ്കോപ്പിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പോലെ ഒന്ന് പറയുന്നുണ്ട്. കെമിസ്ട്രിയുടെ സ്കോപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാരണം ഒരുപാട് ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട്, പിന്നെ നമ്മൾ മെഡിസിനിലും ഹെൽത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ കെമിസ്ട്രിയുടെ യൂസ് ഉണ്ട് നമുക്കറിയാം. എന്നാലും ജസ്റ്റ് ഒന്ന് കുറച്ച് 3-4 പോയിൻറ്റ്സ് പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറഞ്ഞ ഇൻഡസ്ട്രീസിലാണെങ്കിൽ ഫർട്ടിലൈസേഷൻ നിർമ്മാണത്തിന് ആസിഡ്സ്, ആൽക്കലി, ഡിറ്റർജൻറ്റ്, സോപ്സ്, ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്, ഇതിനെല്ലാത്തിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കെമിസ്ട്രി ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ആൻഡ് മെഡിസിനൽ ഏരിയയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ സിസ്പ്ലാറ്റിൻ, ടാക്സോൾ എന്ന് പറയുന്ന 2 ഡ്രഗ്സ്, അത് ക്യാൻസർ തെറാപ്പിക്ക് വളരെ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ലൈഫ് സേവിങ് ഡ്രഗ് എന്നാണ് നമ്മൾ സിസ്പ്ലാറ്റിനെ പറയുന്നത് തന്നെ. പിന്നെ അസിഡോതൈമറിൻ എന്ന് പറയുന്നത് നമ്മൾ എയ്ഡ്സിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കെമിസ്ട്രിയുടെ സ്കോപ്പ്. ടെക്സ്റ്റിൽ നന്നായിട്ട് വിശദീകരിച്ച് കൊടുത്തിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ഫോളോ ചെയ്യുക, വായിക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ എലമെൻറ്റ്സ് അഥവാ മൂലകങ്ങൾ ചേർന്നിട്ടാണ് കോമ്പൗണ്ട്സ്, അതായത് സംയുക്തങ്ങൾ ഉണ്ടാവണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മൂലകങ്ങൾ അഥവാ എലമെൻറ്റ്സ് ചേർന്നിട്ട് കോമ്പൗണ്ട്സ്, സംയുക്തങ്ങൾ ഉണ്ടാവുന്നതിന് കുറച്ച് നിയമങ്ങൾ നമ്മുടെ കെമിസ്ട്രിയിലുണ്ട്. അതിനാണ് നമ്മൾ ആ ബേസിക് ലോസിനെയാണ് നമ്മൾ ലോ ഓഫ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ദ ബേസിക് ലോസ് വിച്ച് ഡീൽസ് വിത്ത് ദി ഫോർമേഷൻ ഓഫ് കോമ്പൗണ്ട്സ് ഫ്രം എലമെൻറ്റ്സിൽ നിന്ന് കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ അവയുടെ കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, കുറച്ച് ലോസ് പഠിക്കാനുണ്ട്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ പ്രധാനമായിട്ടും 3 ലോസ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, സെക്കൻഡ് വൺ ഈസ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആൻഡ് ദ തേർഡ് വൺ ഈസ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എടുക്കുകയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു കൺസർവേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ മാസ് ഓഫ് ദി റിയാക്റ്റൻറ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്. അതായത് നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് അഭികാരങ്ങൾ, ഈ അഭികാരങ്ങൾ ചേർന്നിട്ടാണ് പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റിയാക്റ്റൻസ്, ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഈ വസ്തുക്കളും അത് കഴിഞ്ഞ് അവർ പ്രവർത്തനം കഴിഞ്ഞുണ്ടാകുന്ന ഈ ഉൽപ്പന്നങ്ങളിലും, അതായത് പ്രൊഡക്ട്സിൻ്റെ മാസ് എന്ന് പറയുന്നത്, ഭാരമെന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതിനെയാണ് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയും. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കോമ്പൗണ്ടിൽ എലമെൻറ്റ്സ് എല്ലാം പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന, ഓൾവേസ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ റേഷ്യോയിലായിരിക്കും ബൈ മാസ്, അല്ലെ? ഒരു ഡെഫിനിറ്റ് സിമ്പിളായിട്ടുള്ള ഡെഫിനിറ്റ് റേഷ്യോയിലായിരിക്കും, അല്ലെങ്കിൽ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിലായിരിക്കും അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനാണ് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഇൻ എ കെമിക്കൽ കോമ്പൗണ്ട് എലമെൻറ്റ്സ് ആർ ഓൾവേസ് പ്രസൻറ്റ് ഇൻ എ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അതായത് എലമെൻറ്റ്സ് എല്ലാം ഒരു മാസിൻ്റെ ബേസിസിൽ ഒരു നിശ്ചിത അനുപാതത്തിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ എടുക്കുകയാണ്. H2O ആണ് നമ്മുടെ വാട്ടറിൻ്റെ ഇക്വേഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ. ബട്ട് H2 എടുക്കുമ്പോൾ 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ അങ്ങനെ ആയിട്ടാണ് ഇരിക്കുന്നത്. വാട്ടർ എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, രണ്ട് ഹൈഡ്രജനും 1 ഓക്സിജനുമായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനാണ്. മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾക്കറിയാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്, ഒരു കാർബണും ഒരു ഓക്സിജനും ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഈ CO എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡാണ്. CO എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്. അതുപോലെ തന്നെ കാർബണും ഓക്സിജനും
ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഒരു കാർബൺ ഉള്ളൂ. അത് ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവുന്നു അല്ലേ? അതാണ് ഈ എക്സാമ്പിളിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ 2 സ്ഥലത്തും, അതായത് ഈ 2 റിയാക്ഷനിലും കാർബണിൻ്റെ മാസ് സെയിം ആണ് അല്ലേ? അല്ലെങ്കിൽ നിങ്ങളൊരു എക്സാമ്പിൾ കാർബൺ എണ്ണം എന്ന് പറയുന്നത് സെയിം ആണ്. പക്ഷെ ഇവിടെ ഒരെണ്ണത്തിൽ എന്താണ് ഓക്സിജൻ ഒരെണ്ണം, രണ്ടാമത്തിൽ ഓക്സിജൻ 2 ആണ്. 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെ ഓക്സിജൻ്റെ മാസിൽ എന്തായിരിക്കും വ്യത്യാസം വരുന്നത് അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ഈ ലോയും പറയുന്നത്. അതായത് 2 എലമെൻറ്റ്സ് കമ്പോസ് ചെയ്തിട്ട്, ഈ 2 എലമെൻറ്റ്സ് ഇവിടെ കാർബണും ഓക്സിജനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 2 എലമെൻറ്റ്സും കമ്പൈൻ ചെയ്തിട്ട് ഒന്നേ കൂടുതൽ കോമ്പൗണ്ട്സുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഈ കാർബണും ഓക്സിജനും ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡും ഉണ്ടാകുന്നുണ്ട്, കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നുണ്ട് അല്ലേ? ഈ രണ്ടും ഉണ്ടാകുമ്പോൾ ഇവയുടെ മാസിൻ്റെ വ്യത്യാസം നമ്മൾ കാണില്ലേ? മാസ് ഒരു ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഉണ്ടല്ലോ ഇവർക്ക് തമ്മിൽ അല്ലേ? അതായത് 2 എലമെൻറ്റ്സ്, വെൻ 2 എലമെൻറ്റ്സ് കമ്പോസ് ടു ഫോം 2 or more compounds, the mass of one element which combines with the other have a fixed mass അല്ലേ? ഇതിന് കാരണം ഈ ഓക്സിജൻ കാർബണായിട്ട് കമ്പൈൻ ചെയ്യുന്ന രണ്ടിലും അതിൽ കാർബൺ ഒരു ഫിക്സഡ് മാസാണ് അല്ലേ? ഓക്സിജൻ്റെ മാസാണ് വ്യത്യാസമായിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ റേഷ്യോയിലല്ലേ ബിയർ കാണപ്പെടുന്നത് അല്ലേ? അപ്പോൾ അതായത് ആദ്യത്തേൽ കാർബണിന് 12 ആണ്, ഓക്സിജന് എന്താണ് 16 ആണ്. രണ്ടാമത് വരുമ്പോൾ കാർബണിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയാവും? കാർബൺ മാസ് എന്ന് പറയുന്നത് 12 തന്നെയാണ്. ഓക്സിജൻ വരുമ്പോൾ 32 വരും. അതാ പറയുന്നത് വെൻ 2 എലമെൻറ്റ്സ് കമ്പോസ്ഡ് ഓഫ് 2 or more compounds, the mass of element which is combines with the fixed mass of the other element ഡിഎസിൻ്റെ സിമ്പിൾ റേഷ്യോ. അതായത് ഒരെണ്ണത്തിൻ്റെ മാസ് നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് മാസാണെന്ന് വിചാരിക്കുക, മറ്റേതിനെ നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റേത് ചെയ്തത്. അപ്പോൾ ഇവരെന്താണ് ബിയർ ചെയ്യുന്നത്? ഒരു സിമ്പിൾ റേഷ്യോയിലാണ്. അതാണ് നമ്മൾ ഈ ഒരു ലോ കൊണ്ടിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 3 ലോയും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളത് ഫോളോ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറിയാണ്. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത് ഓൾ മാറ്റേഴ്സ് ആർ മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടിട്ടാണ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടിട്ടാണ്. വിച്ച് ആർ ഇൻഡിവിസിബിൾ, അതായത് ഈ ആറ്റങ്ങളെ ഇൻഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വിച്ച് ആർ ഇൻഡിവിസിബിൾ, അവരെ ഡിവിസിബിൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവ് സെയിം മാസ് ആൻഡ് സെയിം പ്രോപ്പർട്ടി. ഒരേ മൂലകത്തിൻ്റെ തന്നെ ആറ്റങ്ങൾക്ക് സെയിം മാസും ഒരേ പ്രോപ്പർട്ടി തന്നെ ആയിരിക്കും. ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവ് സെയിം പ്രോപ്പർട്ടീസ് ആൻഡ് സെയിം മാസ്. ഇനി അടുത്ത പോസ്റ്റ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആറ്റംസ് ഓഫ് ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് ഡിഫറെൻറ്റ് മാസ്. വെവ്വേറെ മൂലകത്തിൻ്റെ ആറ്റങ്ങൾക്ക് വെവ്വേറെ മാസും വെവ്വേറെ പ്രോപ്പർട്ടീസും ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് റേഷ്യോ ടു ഫോം കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതായത് വ്യത്യസ്തമായിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ആറ്റങ്ങൾ ചേർന്നിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അതാണ് അടുത്ത പോസ്റ്റ്ലേറ്റ്സ്. അപ്പോൾ 4 പോസ്റ്റ്ലേറ്റ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡാൾട്ടൺസ് തിയറി, അറ്റോമിക് തിയറി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ മാറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. വിച്ച് ആർ ഇൻഡിവിസിബിൾ ആണ്. അതുപോലെ തന്നെ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവ് സെയിം പ്രോപ്പർട്ടീസ് ആൻഡ് സെയിം മാസ്. അതുപോലെ തന്നെ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആൻഡ് മാസ്. പിന്നെ എന്താ പറയുന്നത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് കമ്പൈൻസ് ടു ഫോം കോമ്പൗണ്ട്സ് ഓഫ് മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സിന് ഫിക്സഡ് റേഷ്യോ. ഓക്കെ, ഒരു ഫിക്സഡ് റേഷ്യോയിലാണ് അവർ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറ്റംസ് ആണ്. ആറ്റംസ് നമുക്കറിയാം, നമ്മൾ ഈ പറഞ്ഞു മാറ്റേഴ്സിൻ്റെയൊക്കെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നതിന് ആറ്റംസ് ആണെന്ന് പറഞ്ഞു. സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെൻറ്റ് ദാറ്റ് റീറ്റെയിൻസ് ദ ഈസ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു എലമെൻറ്റിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ റീറ്റെയിൻ ചെയ്യുന്ന പദാർത്ഥവും കൂടിയാണ് ഈ പറയുന്ന റീറ്റെയിൻ ചെയ്യുന്നത് പാർട്ടിക്കിൾ കൂടിയാണ് ഈ ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ് ഒരു എലമെൻറ്റിൻ്റെ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വിച്ച് ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്.
ഇലക്ട്രിക്കൽ ന്യൂട്രൽ എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ചാർജ് ഒന്നുമില്ല എന്ന് പറയും. അപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് കുറേ ആറ്റം നമുക്കറിയാലോ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, അതൊക്കെ നമ്മൾ ആറ്റംസ് ആണ്. ഓക്കെ, ഇനി മോളിക്യൂൾ എന്ന് പറയുന്നത്, മോളിക്യൂൾ ഈസ് എ അഗ്രിഗേറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ആറ്റംസ് ഇൻ എ ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റ് ഹെൽഡ് ടുഗദർ ബൈ കെമിക്കൽ മീൻസ്. അതായത് അല്ലെങ്കിൽ കെമിക്കൽ ഫോഴ്സസ് കൊണ്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു അറ്റ്ലീസ്റ്റ് 2 ആറ്റമുള്ള ഒരു അഗ്രിഗേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളിക്യൂൾ എന്ന് പറയും. മോളിക്യൂൾ ഈസ് എ അഗ്രിഗേറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 ആറ്റംസ് ഇൻ എ ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റ് ഹെൽഡ് ടുഗദർ ബൈ കെമിക്കൽ മീൻസ്. അപ്പോൾ മോളിക്യൂൾസ് പഠിക്കുമ്പോൾ നമ്മൾ ആറ്റത്തിനെ പോലെ തന്നെ ഇവരും ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. 2 തരത്തിലുള്ള മോളിക്യൂൾസ് നമ്മൾ പഠിക്കും, ഡയറ്റോമിക് മോളിക്യൂൾ ആൻഡ് പോളിയറ്റോമിക് മോളിക്യൂൾ. ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ മോളിക്യൂൾസിൽ 2 ആറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് പറയും, എന്താ പറയുക, മോളിക്യൂൾസിൽ 2 ആറ്റം ഉണ്ടെങ്കിൽ അവയെ നമ്മൾ ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയും. ഇത് നോക്കി, H2 അല്ലേ, N2 എന്ന് പറയുമ്പോൾ എന്താ, നൈട്രജൻ. ഇവിടെ നൈട്രജൻ്റെ എത്ര ആറ്റമുണ്ട്, N2, 2 ആറ്റമുണ്ട്. ഓക്കെ, ദെൻ O2 ആണ് ഓക്സിജൻ എത്ര ആറ്റമുണ്ട്, 2 ആറ്റമുണ്ട്. ഈ ഓക്സിജനൊക്കെ എപ്പോഴും ഡയറ്റോമിക് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ് CO, ഇവിടെ 2 ആറ്റം ഉണ്ടല്ലോ. ഇവിടെയൊക്കെ സെയിം എലമെൻറ്റിൻ്റെ തന്നെ ആറ്റങ്ങളാണ് പറയുന്നത്. ഇവിടെ എന്ന് പറയുന്നത് വ്യത്യസ്ത എലമെൻ്റാണ്. എന്താണ്, ഒരു കാർബണും ഒരു ഓക്സിജനും ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ഉണ്ടായിട്ടുണ്ട്. ഇവയും 2 ആറ്റങ്ങൾ ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ എന്ത് പറയും, ഡയാറ്റോമിക് എന്ന് പറയും. എന്താ പറയുക, ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയും. ഓക്കെ, ദെൻ പോളിയറ്റോമിക് മോളിക്യൂൾസ്. പോളിയറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് മോർ ദാൻ 2 ആറ്റംസ്, 1ൽ കൂടുതൽ ആറ്റംസ് ഉണ്ടെങ്കിൽ 2ൽ കൂടുതൽ ആറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് പറയും, പോളിയറ്റോമിക് ആറ്റംസ് എന്ന് പറയും. മെയിൻ എക്സാമ്പിളാണ് നമ്മുടെ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്ന വാട്ടർ, H2O, 2 ഹൈഡ്രജൻ ആറ്റും 1 ഓക്സിജൻ ആറ്റും, വാട്ടർ. ഓക്കെ, ഇതൊരു പോളിയറ്റോമിക് മോളിക്യൂളിന് എക്സാമ്പിളാണ്. ദെൻ അമോണിയ, NH3, 1 നൈട്രജൻ ആറ്റും 3 ഹൈഡ്രജൻ ആറ്റവും ചേർന്നിട്ട് അമോണിയ. ദാറ്റ് ഈസ് ഇതും ഒരു പോളിയറ്റോമിക് മോളിക്യൂളാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് എലമെൻസിനെ കുറിച്ച് പഠിക്കാം. എലമെൻസ് എന്താണ്, ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് ഇൻ ടു സിംപ്ലർ പാർട്സ് അല്ലെങ്കിൽ സിംപ്ലർ സബ്സ്റ്റൻസ് ബൈ മീൻസ് ഓഫ് കെമിക്കൽ മീൻസ്. എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ട് എന്തെങ്കിലും കൊണ്ടിട്ട് നമുക്കിങ്ങനെ ഇതിനെ സിമ്പിൾ പാർട്സ് ആക്കാൻ പറ്റില്ല. അതാണ് എലമെൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ആറ്റങ്ങൾ ചേർന്ന് എലമെൻസ് ഉണ്ടാവുന്നു, എലമെൻസ് ചേർന്ന് മോളിക്യൂൾസ് ഉണ്ടാവുന്നു, മോളിക്യൂൾസ് ചേർന്ന് നമ്മൾ കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എലമെൻസ് നമുക്ക് മനസ്സിലാവും, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇപ്പോൾ 118ഓളം എലമെൻസ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, SI യൂണിറ്റ്. എന്താണ് SI യൂണിറ്റ്? സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, SI യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ്, സിസ്റ്റം ഇൻ്റർനാഷണൽ യൂണിറ്റ് ആണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ SI യൂണിറ്റ് എടുക്കുമ്പോൾ SI യൂണിറ്റ് തന്നെ ഒരു 7 ബേസ് യൂണിറ്റ് ഉണ്ട്. അതൊരു എക്സാമ്പിൾ, 1-2 എക്സാമ്പിൾ ഞാൻ പറയാം. ലെങ്ത് എടുക്കുകയാണെങ്കിൽ മീറ്റർ എന്ന് പറയും, മീറ്റർ എടുക്കും. ടൈം ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് എടുക്കും. അപ്പോൾ ഈ SI യൂണിറ്റിൻ്റെ SI യൂണിറ്റുള്ള ബേസ് യൂണിറ്റ്സ് ആണ്. ലെങ്ത് എന്ന് പറയുമ്പോൾ മീറ്റർ എടുക്കും, മീറ്റർ, സെക്കൻഡ്സ്, ഇതൊക്കെ SI യൂണിറ്റിലെ ബേസ് യൂണിറ്റ് ആണ്. ആൻഡ് ഇതുപോലെ തന്നെ നമ്മളിതിനെ ഡിനോട്ട് ചെയ്യും, നമ്മളിത് SI യൂണിറ്റിലേക്ക് മാറ്റിയത് എഴുതുമ്പോൾ അതിന് പ്രിഫിക്സസും കൊടുക്കും. അതിന് എക്സാമ്പിളാണ് മൈക്രോ, നാനോ, മില്ലി. അതൊക്കെ എന്താണ്, അതിൻ്റെയൊക്കെ SI യൂണിറ്റിലെ പ്രിഫിക്സസ് ആണ്. ലെങ്ത്തിന് പറയും മീറ്റർ എന്ന് പറയും, ടൈമിന് സെക്കൻഡ് പറയും. ഇതൊക്കെ SI യൂണിറ്റ്സിലെ ബേസ് യൂണിറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. പ്രിഫിക്സ് ആയിട്ട് മൈക്രോ, മില്ലി, നാനോ ഒക്കെ എടുക്കും. അപ്പോൾ പേജ് നമ്പർ 11 ഒന്ന് നിങ്ങൾ ശരിക്കും വായിക്കുക. അതിൽ ഇതിൻ്റെ എല്ലാത്തിനെയും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക, പഠിക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നോക്കി, ഡെൻസിറ്റി എന്ന് വെച്ചാൽ എന്താണ്, സാന്ദ്രത. നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം, സാന്ദ്രതയാണ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയമാണ്. സാധാരണ നമ്മുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമാണ്. മാസിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമാണ്. അതാണ് 1 കിലോഗ്രാം.
ഓക്കെ. അതുപോലെ തന്നെ വോളിയത്തിലും SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. എന്ത് കിട്ടും? 1 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പം നമ്മൾ ഡെൻസിറ്റിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ് എന്ത് ഡെൻസിറ്റിയുടെ SI യൂണിറ്റ്. അപ്പം ഇങ്ങനെയാണ് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ബാക്കി എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ടെക്സ്റ്റ് പേജ് നമ്പർ 11 നോക്കുക. അതിലുണ്ട് എല്ലാ SI യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് വായിക്കാം. ഓക്കെ. ദെൻ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളാണ്. എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? മോൾ എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതാണ് മോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 കണ്ടല്ലോ. 6.022 ഇൻറ്റു 10⁻23 ആണ് എന്ത് നമ്മൾ പറയുന്ന അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. നോക്കി കണ്ടല്ലോ. 1 മോൾ എന്ന് പറഞ്ഞാൽ അപ്പം 1 മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റം ആണ് 1 മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയുന്നത്. അപ്പം ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് എന്ത് പറയുന്നത്? 1 മോൾ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യുക, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ദാറ്റ് കണ്ടെയ്നിങ് അവോഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് കോൾഡ് 1 മോൾ. ഓക്കെ, അതാണ് 1 മോൾ. അപ്പോൾ നമ്മൾ 1 മോൾ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റം ആണ് 1 മോൾ ഓഫ് കാർബൺ ആറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഓക്സിജൻ ആറ്റം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? 1 മോൾ ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റമാണ് എന്ത്? 1 മോൾ ഓഫ് ഓക്സിജൻ ആറ്റം എന്ന് പറയുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ. ദെൻ അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസൻറ്റ് ഇൻ 12 gram ഓഫ് കാർബൺ 12 ഈസ് നോൺ as അവോഗാഡ്രോ നമ്പർ. ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസൻറ്റ് ഇൻ 12 gram ഓഫ് കാർബൺ 12 ഈസ് നോൺ as എന്താണ്? അവോഗാഡ്രോ നമ്പർ എന്ന് പറയും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പം നോക്കിയേ, അവോഗാഡ്രോ നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ NA വെച്ചിട്ടാണ്. കണ്ടോ? അവോഗാഡ്രോ നമ്പർ എന്ന് പറയുമ്പോൾ NA വെച്ചിട്ടാണ് അവോഗാഡ്രോ നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളേക്കും 6.022 ഇൻറ്റു 10⁻23 ആണ് അവോഗാഡ്രോ നമ്പർ. ഇത് കാർബൺ 12ൻ്റെ ബേസിൽ പറയാൻ കാരണം ഇവിടെ കാർബൺ 12 ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മൾ അവോഗാഡ്രോ നമ്പറിനേക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് കാർബൺ 12 പറയുന്നത് കേട്ടോ. അപ്പോൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് NA ആണ്. അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ 6.022 10⁻23 ആണ്. ഈ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരും. അപ്പോൾ ഇതെന്തായാലും പഠിക്കാം കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് കുറച്ച് യൂണിറ്റുകൾ നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി, അറ്റോമിക് മാസ് യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെയെങ്കിൽ ദ അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ mass exactly equal to the 1/12 of the mass of 1 carbon atom. 1/12 of the mass of the 1 carbon atom ആണ് എന്ത്? അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കിയേ, അറ്റോമിക് മാസ് യൂണിറ്റ് 1 AMU is equal to എന്താണ്? 1 AMU is equal to mass of 1 carbon 12 atom divided by 12. mass of 1 carbon 12 atom divided by 12 ആണ് നമ്മൾ അറ്റോമിക് മാസ് യൂണിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1 AMU. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ് അറ്റോമിക് മാസ്, റിലേറ്റീവ് മോളിക്കുലാർ മാസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. ഇനി റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആവറേജ് മാസ് ഓഫ് 1 atom divided by 1/12 of the mass of the carbon atom. എങ്ങനെയാണ് പറയുന്നത്? ആവറേജ് മാസ് ഓഫ് 1 കാർബൺ ആറ്റം ഉണ്ടല്ലോ. ആവറേജ് മാസ് ഓഫ് 1 കാർബൺ ആറ്റം ഡിവൈഡഡ് ബൈ 1/12 ഓഫ് ദി മാസ് ഓഫ് ദി കാർബൺ ആറ്റം.
ഓക്കെ, അതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ റിലേറ്റീവ് അറ്റോമിക് മാസ് ഒരു അറ്റോമിക് മാസ് പറയുമ്പോൾ നമ്മൾ ഒരു ആറ്റത്തിൻ്റെ ബേസിലാണ് പറയുന്നത്. അത് പറയുമ്പോൾ നമ്മൾ ആവറേജ് മാസ് ഓഫ് 1 ആറ്റം ഡിവൈഡഡ് ബൈ 1/12 ഓഫ് ദി മാസ് ഓഫ് ദി കാർബൺ 12 ആറ്റം. ഇനി അതുപോലെ തന്നെ റിലേറ്റീവ് മോളിക്കുലാർ മാസ് പറയുമ്പോൾ നമ്മൾ മോളിക്യൂളെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് പറയും നമ്മൾ? ആവറേജ് മാസ് ഓഫ് 1 മോളിക്യൂൾ ഓഫ് ആൻ എലമെൻറ്റ് ഡിവൈഡഡ് ബൈ 1/12 ഓഫ് ദി മാസ് ഓഫ് ദി കാർബൺ 12 ആറ്റം, അങ്ങനെ പറയും. ഓക്കെ, അതറിയാം. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, എന്തായത്? മോളാർ മാസ്. എന്താ മോളാർ മാസ് എന്ന് പറയുന്നത്? മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് മോളാർ മാസ്. മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്, 1 മോളുള്ള ഒരു സബ്സ്റ്റൻസിൻ്റെ മാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോളാർ മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് കോൾഡ് മോളാർ മാസ്. അതിനാണ് മോളാർ മാസ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് മോളിക്കുലാർ മാസ്? മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മോളിക്യൂൾ തന്നിരിക്കുകയെന്ന് വിചാരിക്കാം. H2 എന്ന് പറയും. H2 എന്ന് പറയുന്നത് നമ്മുടെ H2 എന്താണ്? വാട്ടറിൻ്റെ മോളിക്യൂൾ നമുക്ക് തന്നിരിക്കുകയെന്ന് വിചാരിക്കാം. ഇതിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് മോളിക്കുലാർ മാസ്. മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബ്ലം എഴുതിയിട്ട് അത് പഠിക്കുന്നതാണ് നല്ലത്, ഡെഫിനേഷനേക്കാൾ കൂടുതൽ. ഓക്കെ, അതാണ് ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. H2 എടുക്കുമ്പോൾ അറ്റോമിക് മാസ് ഓഫ് H, അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 2. ഈ 2 എന്ന് പറയുന്നത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് നോക്കണം. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ടല്ലോ, അതാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഇൻറ്റു 2. ഇവിടെ ഹൈഡ്രജൻ 3 എണ്ണം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇൻറ്റു 3 എന്ന് പറയും. ഇവിടെ 2 ഹൈഡ്രജൻ ഉള്ളെങ്കിൽ നമ്മൾ എന്തെടുക്കും? ഇൻറ്റു 2 എടുക്കും. പ്ലസ് അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ, ഇൻറ്റു 1. കാരണം ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? ഒരു ഓക്സിജനുള്ളൂ, അതുകൊണ്ട് ഇൻറ്റു 1 ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. ഇൻറ്റു 2, കാരണം 2 ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട്. പ്ലസ് ഓക്സിജൻ അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ 16 ആണ്. ഇൻറ്റു 1 എന്താണ്? ഓരോ ഓക്സിജൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ 1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്ത് വരും? 18U. അപ്പോൾ ഇതാണ് വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതായത് എല്ലാ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസുകൾ, അല്ലെങ്കിൽ എല്ലാ എലമെൻസിൻ്റെയും അറ്റോമിക് മാസുകൾ തമ്മിൽ കൂട്ട് ചെയ്തുമ്പോൾ കിട്ടുന്നതാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് ഓൾ ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ എലമെൻസിൻ്റെയും അറ്റോമിക് മാസുകളെ കൂട്ടിക്കിട്ടുന്നതാണ് എന്ത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പം നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോളാർ വോളിയം. Volume occupied by 1 mole of gas is called molar volume. Volume occupied by 1 mole of gas is called molar volume. അതായത് 1 മോൾ ഉള്ള ഗ്യാസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിനാണ് നമ്മൾ മോളാർ വോളിയം എന്ന് പറയുന്നത്. വോളിയം occupied by 1 mole of gas is called molar volume. ഓക്കെ, മോളാർ വോളിയം നമ്മൾ എപ്പോഴും ഡിഫൈൻ ചെയ്യുന്നത് STPയിലാണ്. STP എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലാണ് നമ്മൾ മോളാർ വോളിയം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് 22.4 ആണ്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറും പ്രഷറും പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 273 Kelvin ആണ്. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറയുന്നത് 180 ആണ്. ഓക്കെ, അതിനാണ് നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ പെർസെൻറ്റേജ് കോമ്പോസിഷൻ. എന്താണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് കോമ്പൗണ്ട്. മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട് ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യാം.
വാട്ടർ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻസ് കൊണ്ട് പറയുന്നത്, സിമ്പിളായിട്ടുള്ള മോളിക്യൂൾസ് വെച്ചിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പോൾ വാട്ടർ എടുക്കുകയാണ്, H2 എടുക്കുകയാണെങ്കിൽ ഇതിലുള്ള പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷനും ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷനും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എടുക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എടുക്കാം. ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം മാസ് ഓഫ് എലമെൻറ്റ്. ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? 16. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 16 ആണ്. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്, അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് ഓഫ് ദ കോമ്പൗണ്ട്. ഇവിടുത്തെ കോമ്പൗണ്ട് ഏതാണ്? വാട്ടർ. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് നമ്മൾ നേരത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റിൽ ചെയ്ത പോലെ 18 ആണ് എന്ത് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് അല്ലേ, ഇൻറ്റു 100. അതാണ് വാട്ടറിലെ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ വാട്ടർ. വാട്ടറിൽ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയും? 12 ആണ്. ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ, ദാറ്റ് ഇസ് 18 ഇൻറ്റു 100. അതാണ് ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് എന്താണ് അതിൽ ഡെഫിനിഷൻ നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവും. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ